ഒരു ഇടവക എപ്പോഴാണ് ഒരു ഇടവകയായിട്ട് തീരുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നതിനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഒന്ന്, നാം പല ഭവനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു ഇടവകയിലുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ പ്രത്യേകത കർത്താവുമായിട്ടുള്ള ആത്മബന്ധം പുലർത്തുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരണം. നമ്മളുടെ കർത്താവും രക്ഷിതാവുമായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ തൻ്റെ ജീവനെ അർപ്പിച്ചതിന് പ്രത്യേകമായിട്ട് നാം ഒരുമിച്ച് മനസ്സിലാക്കി അത് സെലിബ്രേറ്റ് ചെയ്യുന്നതായുള്ള വേളയാകുന്നല്ലോ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറഞ്ഞതായുള്ള കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കി തീർക്കുന്നതായുള്ള സാഹചര്യമാണ്. കർത്താവ് നമ്മോട് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം എന്തെങ്കിലും ആയിട്ട് തീരുന്നെങ്കിൽ, ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കർത്താവിൻ്റെ കൃപ കൊണ്ടും കർത്താവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ സത്യമുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, നിങ്ങൾ കൊമ്പുകളാണ് എന്നത്. ഇതിനെല്ലാം ഓർമ്മപ്പെടുത്തുന്നതായുള്ളൊരു ദിവസം കൂടിയായിരുന്നല്ലോ ഇത്. എന്നാൽ ഒരു മുന്തിരിവള്ളിയുടെ പ്രത്യേകത അതിൻ്റെ വേര് മുതൽ അതിൻ്റെ ഏറ്റവും ഉയർന്നതായുള്ള തലം വരെ അതിലൂടെ ഒഴുകുന്നതായുള്ളൊരു സാപ്പ് എന്ന് പറയുന്നതായുള്ള സംഗതി, ജീവരസമുണ്ട്. അത് അതിൽ ഒഴുകുന്നതായുള്ള സാഹചര്യത്തിലാണ് ജീവൻ തുടിക്കുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരുന്നത്. കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവുമായുള്ള സംസർഗം അനുഭവിപ്പാൻ നമുക്ക് നൽകിയിരിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന ശുശ്രൂഷ. ഞാൻ വരുവോളം ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് അന്വർത്ഥമാക്കി തീർക്കുന്നതായുള്ള സാഹചര്യം. ഓരോ കുർബാനയിലും നാം വന്ന് ചേരുമ്പോൾ കർത്താവെ പ്രത്യേകമായി സന്നിഹിതനായി അപ്പമെടുത്ത് നമുക്ക് നൽകുന്നതായിട്ടുള്ള അനുഗ്രഹീതമായുള്ള നിമിഷത്തെ അയവിറക്കുവാൻ്റെ കൊണ്ട് നമുക്കിടയായിട്ട് തീരണം. അവൻ തൻ്റെ കൈകളിൽ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി, വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എന്നത് കർത്താവ് പറയുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുകയും നമുക്ക് വേണ്ടി ഈ ശരീരത്തെ മുറിക്കുകയും നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ മരിക്കുകയും ചെയ്തതല്ല കർത്താവായ യേശു ക്രിസ്തു. നാം അവൻ്റെ മരണത്തെ ഓർക്കുകയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുകയും രണ്ടാമത്തെ വരവിനായിട്ട് നോക്കി പാർക്കുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു സമൂഹമാണ്. അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവജനമായിട്ട് നമുക്ക് തീരുവാനിടയായിട്ട് തീരുന്നത് ആ സംസർഗം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീരുമ്പോഴത്രേ. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് ഫലം കായ്പാൻ കഴിയുകയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്ഥനായുള്ള എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ. അതേ അവസരത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നുണ്ട്. പ്രൂണി അത് അല്പം വേദനാജനകമായിട്ടുള്ളൊരു സംഗതിയാണ്. എന്നാൽ ആ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസരത്തിൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ധാരാളം ഫലം കായ്ക്കുന്നതിനായിട്ട്. ഫലം കായ്ക്കുക മാത്രമല്ല, ധാരാളം ഫലം കായ്ക്കുന്നതിനായിട്ട് ഇടയാവണം. അങ്ങനെ ധാരാളം ഫലം കായ്ക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ ഈ ലോകത്തിൽ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നതായിട്ടുള്ള കൂദാശയാണ് വിശുദ്ധ കുർബാനയുടെ കൂദാശ എന്ന് പറയുന്നത്. ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് നാം വന്നു ചേരുന്നതായുള്ള ഒരു അവസരവും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്നതായുള്ളൊരു അനുഭവമാണത്. കർത്താവുമായുള്ള സജീവമായുള്ള ബന്ധം അത് പുലർത്തുവാൻ്റെ കോണം, ആ സംസർഗം അനുഭവിപ്പാൻ്റെ കോണം ആരാധന നമ്മെ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ഇടവക എന്ന് പറയുന്നത്. നാം ജനിക്കുമ്പോൾ നമ്മെ എവിടെയാണ് കൊണ്ടുവരുന്നത്? നാം മരിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ടാണ് അടക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ദേവാലയമായിട്ടുള്ള നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് ആജീവനാന്തം ഉള്ളതായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ആജീവനാന്തമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തുവാൻ സഹായിക്കുന്നത് സഭയുടെ നാഥനായുള്ള കർത്താവുമായുള്ള ബന്ധവുമാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഈ ദേവാലയത്തിൽ വന്നു ചേരുന്നതായിട്ടുള്ള അവസരത്തിൽ ഇത് ഒരു വിശുദ്ധ സ്ഥലമാണ് എന്നത് നാം മനസ്സിലാക്കുകയും ഈ വിശുദ്ധ സ്ഥലത്ത് വന്നു ചേർന്നിരിക്കുന്ന കർത്താവുമായിട്ടുള്ള സംസർഗം അനുഭവിപ്പാനാണ് എന്ന് തിരിച്ചറിയുകയും അപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിൽ നാം അലിഞ്ഞു ചേർന്ന് കർത്താവ് നമ്മളുമായി ഒരു ആത്മബന്ധം പുലർത്തുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ
നമ്മളുടെ ഇടവക ജീവിതം നമ്മെ സഹായിക്കേണ്ടതാണ്. അതാണ് എനിക്ക് ഒന്നാമത് ഓർപ്പിക്കാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട്, ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക മാത്രമല്ല ഒരു ഇടവയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഇടവയിലുള്ള അംഗങ്ങൾ അന്യോന്യം അറിയുകയും ഒരു കൂട്ടായ്മ ബന്ധത്തിൽ വളരുകയും ചെയ്യണം എന്നതാണ്. ഫെലോഷിപ്പ് അല്ലെ കമ്മ്യൂണൽ റിലേഷൻഷിപ്പ്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ്റെ കൊണ്ടിടയാകണം. ചില പള്ളിയിലൊക്കെ പോയാൽ ചിലർ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് ഇറങ്ങിപ്പോകും. പ്രത്യേകിച്ച് ചിലർ കുർബാന കൊണ്ടതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ കാണുന്നതായുള്ള പ്രവണതകളുണ്ട്. ഇവിടെ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. സ്കൂട്ടറിൻ്റെയൊക്കെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടോ, ഒന്നോ രണ്ടോ പേര് പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ അല്ലാത്തവരെല്ലാം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് സ്കൂട്ടറും വണ്ടിയൊന്നും സ്റ്റാർട്ട് ചെയ്ത് പോകാത്തതായുള്ള നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായുള്ളൊരു സംഗതി, ഈ ഐരൂർ സഹ്യോൻ മാർത്തമ്മ ഇടവയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് നമുക്കറിയാൻ പാടില്ലാത്തതായുള്ള ആരും ഈ ഇടവയിൽ ഉണ്ടാകരുത് എന്നുള്ളതായുള്ള താല്പര്യത്തോടു കൂടിയാണ്. നമുക്കറിയാൻ പാടില്ലാത്തതായുള്ള ആരും ഈ ഇടവയിൽ ഉണ്ടാകരുത്. അത് നമുക്ക് ചില ഹോംവർക്ക് തരുന്നതായുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇടവയുടെ ചുമതലയിലേക്ക് പ്രവേശിക്കുന്നതായുള്ള ആരാണെങ്കിലും ഈ ഇടവ അംഗങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് അറിയുവാൻ്റെ കോണമുള്ള ഒരു ബന്ധം പുലർത്തുന്നതിനായിട്ട് സാധിക്കണം. രണ്ട്, നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്തൊരു ഭവനത്തിൽ പാർക്കുന്നവരുള്ളവരാണ് ഈ പള്ളിയിൽ വരുന്നതെങ്കിൽ നമ്മൾ ആ ഭവനത്തിൽ പോകുന്നതിനായിട്ടും അവരോടൊന്നിച്ച് സംസാരിച്ച് അല്പനേരം ഇരിക്കുന്നതിനായിട്ടും ചായ കുടിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ടും ഒക്കെ സമയം ചെലവിടണം. അതുകൊണ്ട് നമ്മൾ പോകാത്തതായുള്ള ഭവനം ഈ ഇടവയിൽ ഉണ്ടാവരുത്. അന്യോന്യമുള്ള കൂട്ടായ്മ അനുഭവിക്കുക എന്ന് പ്രാധാന്യം അറിയിക്കുന്നത്. വിശുദ്ധ കുർബാന ശുശ്രൂഷ പോലും അത് യാഥാർത്ഥ്യമായിട്ട് തീരണമെങ്കിൽ കയ്യൊസൂരി കൊടുക്കുന്നതായുള്ളൊരു സാഹചര്യമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, CNI ചർച്ചിൻ്റെ കത്തീഡ്രലിൽ ഒരു കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി നമ്മളുടെ അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്താമ്മ മെത്രാപ്പോലിത്ത വരികയുണ്ടായി. അപ്പോൾ കോൺ സെലിബ്രേഷനാണ്. അവിടെ ആ ശുശ്രൂഷയിൽ CNI സഭയിലെ മേലധ്യക്ഷനും നമ്മളുടെ സഭയിലെ മേലധ്യക്ഷനും ഒരുമിച്ച് നിന്ന് കുർബാന അർപ്പിക്കുന്നതായിട്ടുള്ള അവസരമാണ്. അപ്പോൾ തിരുമേനി ആ ലിറ്റർജി നോക്കിയതിന് ശേഷം ചോദിച്ചതായുള്ളൊരു ചോദ്യം, ഇതിനകത്ത് എവിടെയാണ് കിസ് ഓഫ് പീസ്? ഞാൻ കാണുന്നില്ലല്ലോ. എവിടെയാണ് ഈ കയ്യൊസൂരി കൊടുക്കുന്നതായുള്ള സാഹചര്യം? കാണുന്നില്ലല്ലോ. അവർ വിട്ടുപോയതാണ്, അറിഞ്ഞുകൊണ്ട് വിട്ടുപോയതല്ല, അറിയാതെ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഉടനെ തന്നെ അതിനുള്ള ഒക്കേഷൻ അവിടെ എഴുതി ചേർക്കുകയും അങ്ങനെ അന്യോന്യമുള്ള കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു സമൂഹമായിട്ട് തീരുകയും ചെയ്തു. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ നാം ചേർന്ന് വരുമ്പോൾ ഈ ത്രോണോസിൽ അർപ്പിക്കുന്നതായുള്ള വിശുദ്ധ കുർബാന ശുശ്രൂഷ അർത്ഥവത്തായിട്ട് തീരുന്നതും സംഗതമായിട്ട് തീരുന്നതും നമ്മൾ അന്യോന്യം അറിയുകയും സ്നേഹിക്കുകയും നമ്മൾ ഒരു ശരീരമാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ ജീവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ വേറെ അതിനോടനുബന്ധിച്ച് ചിന്തിക്കാനായിട്ടുണ്ട്. ഒന്ന്, നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മളോടൊന്നിച്ച് ആരാധനയിൽ സംബന്ധിക്കുന്നവരായിരിക്കണം. സൺഡേ സ്കൂൾ എപ്പോഴാണെന്ന് ഞാൻ ചോദിച്ചില്ല. സൺഡേ സ്കൂളിൻ്റെ സമയമൊന്നും ആരാധനയുടെ ദിവസത്തിൽ വെക്കരുത്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവരായിരിക്കണം. അത് പൗരാണിക ഇടവകയായിട്ടുള്ള സഹ്യോൻ മാർത്തമ്മ ഇടവകയിലെ യാഥാർത്ഥ്യമായിരിക്കണം എന്ന താല്പര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നാം പ്രത്യേകമായിട്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ആരാധന ഭാഗമാക്കി തീർക്കുകയും ചെയ്യണം. എനിക്കിന്നൊരു സന്തോഷം തോന്നി. ഇന്ന് സ്തോത്രകാഴ്ച എടുത്തത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ കയ്യിലേക്കാണ് സ്തോത്രകാഴ്ച സഞ്ചി കൊടുത്തത് അച്ഛന്. ആ കുഞ്ഞുങ്ങൾ സ്തോത്രകാഴ്ച ശേഖരിച്ച് കൊണ്ടുവന്നതായുള്ള അവസരത്തിലാണ് അത് എൻ്റെ കയ്യിൽ തന്നതും അവിടെ നമുക്ക് ത്രോണോസിൽ വയ്ക്കുവാനായിട്ട് ഇടയായിട്ട് തോന്നുന്നതും. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവഗണിക്കുന്നതിനായിട്ടിടയാവരുത്. പലപ്പോഴും നാം അവഗണിക്കാറുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെ അവഗണിച്ചിരുന്നില്ല. കർത്താവ് എപ്പോഴും പറഞ്ഞിരുന്നു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത് എന്ന് കർത്താവ് പറയുകയും അതിനായിട്ട് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ആരാണ് വലിയവൻ എന്ന് ചോദിച്ചതായിട്ടുള്ള അവസരത്തിൽ കർത്താവ് ഒരു പൈതലിനെ അവരുടെ മടിയിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ശിശുക്കളാണ് നമ്മളുടെ മധ്യത്തിൽ ദൈവസ്ഥാനത്തിൽ നമ്മെ അറിയിക്കുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻക്ലൂസീവായിട്ടുള്ള മനസ്സാണ് അവർക്കെപ്പോഴും ഉള്ളത്. എല്ലാവരെയും സ്വീകരിക്കുന്നതിന് അവർക്ക് താല്പര്യമാണ്. എല്ലാവരോടും ചേർന്ന് ഇരിക്കുന്നവർക്ക് താല്പര്യമാണ്. അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരെയും പോലെ അവരെ അംഗീകരിക്കുക എന്നത്. അതുകൊണ്ട് അവരെ അംഗീകരിക്കുന്ന ഒരിടവകയായി, ഫെലോഷിപ്പ് നൽകുന്ന ഒരിടവകയായി തീരുവാൻ്റെ കൂടെ നമുക്കിടയാവണം. ഞാൻ പല ഇടവുകളിലും പറഞ്ഞിട്ടുള്ളതായുള്ളൊരു കാര്യം ഇവിടെയും പറയട്ടെ.
നമ്മളുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളോട് മുമ്പോട്ട് വരാൻ പറയണം. അവർ വന്നിട്ട് മുമ്പിൽ മുട്ടുകുത്തിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, അവരുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്നതായുള്ള അവസരം ഉണ്ടാവട്ടെ. അവർ തീർച്ചയായിട്ടും പള്ളിയിൽ വരും. നമ്മളാണ് പള്ളിയിൽ പോകുന്നതിനായിട്ട് പലപ്പോഴും വിസമ്മതം കാണിക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വന്നേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ വരണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആദരിക്കുക, കുഞ്ഞുങ്ങളെ എപ്പോഴും മുൻപിൽ കൊണ്ടുവരുന്നതിനായിട്ടും അവർക്ക് പങ്കാളിത്തം നൽകുന്നതിനായിട്ടും താല്പര്യപ്പെടുക. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടതായുള്ള സംഗതി, പ്രത്യേകിച്ച് യൂത്ത് മൈഗ്രേഷനൊക്കെ ഉള്ളതായുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഇടവകയിൽ വർദ്ധിച്ചു വരുന്നതായുള്ളൊരു കൂട്ടം ആൾക്കാരാണ് വയോധികരായിട്ടുള്ള ആളുകൾ, വയോജനങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പ്രായം കഴിയുന്നതായിട്ടുള്ള അവസ്ഥയിൽ നടക്കാനായിട്ട് പ്രയാസം വരും, ഇരിക്കാൻ പ്രയാസം വരും, ഒത്തിരി നേരം നിൽക്കാൻ പ്രയാസം വരും. അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് ദേവാലയത്തിൽ വരുവാൻ്റെ കൊണ്ടുള്ള ക്രമീകരണം ഉണ്ടാവണം. കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നമ്മളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഓൺലൈനിൽ കൂടി ആകുകയും കുർബാന സർവീസ് കാണുവാൻ്റെ കോണം പലർക്കും ഇടയായിട്ട് തീരുകയും ചെയ്തത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, ഒരിക്കലും പള്ളിയിൽ പോകാൻ സാധിക്കാതെ റിമോട്ട് കോർണേഴ്സിലൊക്കെ ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ കുർബാനയിൽ സംബന്ധിക്കാൻ അത് സഹായമായിട്ട് തീരുന്നു. എന്നാൽ രണ്ടാമത്, ഒരു രീതിയിലും ഭവനത്തിൽ നിന്ന് പള്ളിയിൽ വരെ എത്തിച്ചേരുന്നതിനായിട്ട് സാധിക്കാത്തതായുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനെയൊക്കെ അപ്പുറമായിട്ട് ഞാൻ പഠിച്ചതായിട്ടുള്ള മറ്റൊരു പാഠം, പള്ളിയിൽ വരിക എന്നതാണ് താല്പര്യം. എനിക്ക് എങ്ങനെയും പള്ളിയിൽ പോകണമെന്നതാണ് താല്പര്യം. അതുകൊണ്ട് പള്ളിയിൽ വരുന്നതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പള്ളിയിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ അവരെ സ്വീകരിക്കുകയും അവർക്ക് ഇരിക്കേണ്ടതായുള്ള സ്ഥാനത്ത് അവരെ കൊണ്ട് ഇരുത്തുകയും അവർക്ക് ഇടയ്ക്കൊന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയാണെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഇടവകയായിട്ട് മാറണം. കുർബാന കൊള്ളുന്നതിനായിട്ട് വരുന്നതായിട്ടുള്ള അവസരത്തിൽ അവരെങ്ങനെയും വന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൊണ്ടുവന്നോട്ടെ എന്നൊക്കെയല്ല ചിന്തിക്കേണ്ടത്. നമ്മളാണ് അവരെ കരുതേണ്ടത്. കരുതുന്നതായുള്ളൊരു സമൂഹമായിരിക്കണം നമ്മളുടെ ഇടവക എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വരണമെങ്കിൽ പിടിച്ചുകൊണ്ട് വരണം. അവർക്ക് മുമ്പിൽ ഒന്നിരിക്കാൻ കസേര ഇടണമെങ്കിൽ കസേര ഇടണം. അവിടെ കൊണ്ടുപോയി വിശുദ്ധ കുർബാന കൊടുക്കണം. ഞാനെന്നെ കുർബാന തീർന്നൊക്കെ അച്ഛൻ എന്നെ മുഖം കൊണ്ട് കാണിച്ചതായിട്ടുള്ള അവസരത്തിൽ ഞാൻ ചോദിച്ചു, സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ? ഞാൻ വിചാരിച്ചു സൈഡിലിരിക്കുന്ന ആളുകൾക്ക് മുമ്പോട്ട് വരാൻ സാധിക്കാതെ സൈഡിലിരിക്കുന്നതാണ് എന്നത് വിചാരിച്ചു പോയി. തെറ്റായിരുന്നു എൻ്റെ ധാരണ. അച്ഛൻ പറഞ്ഞു, ഇനി ആരുമില്ല, എല്ലാം തീർന്നു എന്നത് പറയുകയുണ്ടായി. എന്നാൽ പ്രായാധിക്യത്തിലും ക്ഷീണത്തിലുള്ള ആളുകൾക്ക് എഴുന്നേറ്റ് ഇവിടോട്ട് വന്ന് ഇവിടെ മുട്ടുകുത്തുന്നതിന് നിൽക്കുന്നതിനൊന്നും സാധിക്കാത്തതായുള്ള ആളുകൾക്ക് ഇരുന്ന് കുർബാന സ്വീകരിക്കുവാനൊക്കെ ക്രമീകരണം ചെയ്യുന്നതിൽ നാം പ്രത്യേകമായിട്ട് താല്പര്യപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള താല്പര്യങ്ങൾ എപ്പോഴും വെച്ച് പുലർത്തുവാനൊക്കെ ഇടയായിട്ട് തീരുമ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ഇടവകയിലൊരു സ്ഥാനമുണ്ട്, സ്വീകാര്യമാണ് എന്നത് മനസ്സിലാക്കി ഇടവകയിൽ വരുന്നതിനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യും. മൂന്നാമത് എനിക്കൊരു കാര്യം ഓർപ്പിക്കുന്നതിനായിട്ടുള്ളത്, നമ്മളുടെ സഭ ഒരു നവീകരണ സഭയാണ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതായിട്ടുള്ള ഒരു സഭയാണ്. ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുവാനൊക്കെ നമുക്കിടയായിട്ട് തരണം. ഇന്ന് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് വേദപുസ്തകമൊക്കെ നൽകിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവർക്ക് വേദപുസ്തകം നൽകിയതായിട്ടുള്ള അവസരം അവരോട് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുകയും ദൈവിക വഴികൾ എന്തെന്നത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്നതാണ്. അങ്ങനെ വേദപുസ്തകത്തെ ധ്യാനിക്കുന്നവരായി പഠിക്കുന്നവരായി തീരുവാനൊക്കെ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുക. ഈ പ്രാവശ്യത്തെ ബൈബിൾ സൊസൈറ്റി അവരുടെ പുതിയ വർഷത്തേക്കുള്ള കലണ്ടർ ഇറക്കിയതായിട്ടുള്ള അവസരത്തിൽ കേരള ഓക്സിലറിയുടെ ജനറൽ സെക്രട്ടറി അയക്കുന്ന ആൻ്റണി അച്ഛൻ പ്രകാരം പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. ഓരോ ദിവസത്തേക്കും വായിക്കാനായിട്ടുള്ളൊരു വേദവാക്യം ആ കോളത്തിലുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വചനം ചെറുപ്രായത്തിൽ പഠിച്ചാൽ അവർ ആയുസ് പര്യന്തം മറക്കുകയില്ല. ഈ കർണാടക മിഷൻ ഫീൽഡിലൊക്കെ ഞാൻ പോയിട്ടുള്ള അവസരത്തിൽ അവിടെ പള്ളിയും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഈ ആൽത്തറയിലും അങ്ങനെയുള്ളതായുള്ള ആളുകളൊക്കെ കൂടുന്നതായുള്ള തറകളുടെ ചുറ്റുമാണ് കൂടി വരാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കൂടി വരുന്നതായുള്ള അവസ്ഥയിൽ അതിലൊരു കുട്ടി മുമ്പിലോട്ട് വന്നിരുന്ന് വാക്യം ചൊല്ലിക്കൊടുക്കും. ഈ അറബി സ്കൂളിലൊക്കെ കാണുന്ന പോലെ ചൊല്ലിക്കൊടുക്കും. ആ ചൊല്ലുന്നതായുള്ള വാക്യം മറ്റുള്ളവരും ചൊല്ലും. അങ്ങനെയാണ് വേദവാക്യങ്ങൾ പഠിക്കുന്നത്. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, നമ്മളെയൊക്കെ തോൽപ്പിക്കും അവരുടേതായിട്ടുള്ള ശീലം എന്ന് പറയുന്നത്. എത്ര വാക്യം നമ്മൾ ഓർത്തെ പറയുന്നതിനായിട്ട് ശ്രമിച്ചാലും അതിനേക്കാളിലൊക്കെ അപ്പുറമായി
വേദവാക്യങ്ങൾ അവർക്ക് ഹൃദയസ്ഥമാക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ചെറുപ്രായത്തിലേ സാധിക്കുകയുള്ളൂ. പ്രായമായി കഴിഞ്ഞാൽ പ്രയാസമാണ്. നമ്മളുടെ ഹൃദയത്തിൽ അത് എഴുതുന്നതിനായിട്ട് വിഷമമുണ്ട്. കർണാടക പ്രദേശത്ത് തന്നെ ഒരു പ്രാർത്ഥനാക്കൂട്ടം നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു സുവിശേഷകൻ വേദപുസ്തകമായിട്ടൊക്കെ നിന്ന് അവരോട് വേദപുസ്തകത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു. ബൈബിൾ സ്റ്റഡിയാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ആ പ്രദേശത്തെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ചേർന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേദപുസ്തകം തട്ടിപ്പറിച്ച് അതിൻ്റെ താളുകളൊക്കെ കീറുന്നതിനായിട്ട് തുടങ്ങി. അത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നതായിട്ടുള്ള വിശ്വാസികൾ ഒരാൾ, ഒരു പ്രായമുള്ളതായ അമ്മച്ചി എഴുന്നേറ്റു എന്ന് പറഞ്ഞു. എന്താ അമ്മച്ചി പറയാൻ പോകുന്നത്? എല്ലാവരും അതിശയിച്ചു. എന്നാൽ അമ്മച്ചി എഴുന്നേറ്റെന്ന് പറഞ്ഞത്, മകനെ, നിനക്ക് ഈ പുസ്തകത്തിൻ്റെ താളുകൾ കീറാനായിട്ട് സാധിക്കുമായിരിക്കും എന്നുള്ളൊരു കാര്യം നീ അറിയുന്നില്ല. നീ അറിയേണ്ടത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായുള്ള കാര്യങ്ങൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതൊക്കെ വായിച്ച് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം കഴിയുന്നതായിട്ടുള്ള അവസരത്തിൽ ശാന്തമായി എല്ലാവർക്കും പോകാം എന്നത് അച്ഛൻ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ, അല്ലെ പ്രാർത്ഥിച്ചിട്ട് വരികതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് പോവുകയാണ്. ഈ ലോകത്തിലാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാനായിട്ടിടയായിട്ട് തീരേണ്ടത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പ്രസംഗിച്ചത് തന്നെ. താൻ ഈ ലോകത്തിൽ പ്രസംഗിച്ചതായുള്ള പ്രസംഗം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. എന്താണ് ദൈവരാജ്യം? ദൈവത്തിൻ്റേതായുള്ള രാജ്യമാണ്. ആ ദൈവത്തിൻ്റേതായുള്ള രാജ്യത്തിൽ ദൈവം സൃഷ്ടിച്ചതായുള്ള സകലത്തെയും തന്നോട് ചേർത്ത് നിർത്തുവാനായിട്ടാണ് ദൈവത്തിന് താല്പര്യം. ഗോഡ് അലൗസ് ഹിസ് ചിൽഡ്രൻ ടു ബോദർ ഹിം എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചിട്ടുള്ള ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അതിൻ്റെ അർത്ഥം, ഈ രണ്ട് മക്കളെക്കുറിച്ച് കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഉപമയിൽ കർത്താവ് പറയുകയുണ്ടായി, ഒരു മകന് അവൻ്റെ വീതമൊക്കെ വാങ്ങി വീട് വിട്ട് പോവുകയാണ്. ചെയ്തത് ശരിയല്ല എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനായ പുത്രൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കൊണ്ടുപോയി മുടിച്ചു കളഞ്ഞതായിട്ടുള്ളൊരു മനുഷ്യനാണ്. എല്ലാം പോയി തൻ്റെ വസ്ത്രമൊക്കെ കീറി നാശമായി, ജീവിതം തന്നെ താറുമാറാക്കി. അവനെ അവിടെ കിടന്നുകൊണ്ട് പന്നികളോടുകൂടി ആഹാരം കഴിക്കുന്നതായിട്ടുള്ള അവസ്ഥ അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ എത്രയോ ഐശ്വര്യമായിട്ട് സമൃദ്ധിയായിട്ട് എനിക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ മടങ്ങി വന്ന അവസരത്തിൽ, ഞാൻ അപ്പാ നിന്നോടും സ്വർഗ്ഗം എന്നൊക്കെ മനസ്സിലിങ്ങനെ നിരൂപിച്ചൊക്കെയാണ് മടങ്ങി വരുന്നത്. എന്നാൽ അപ്പൻ ചെന്ന് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ഒന്നും പറയാനൊന്നും സമ്മതിക്കുന്നില്ല. അതിന് മുമ്പേ തന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവനെ ആ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അവന് വസ്ത്രം നൽകുന്നു, അവന് ചെരുപ്പ് നൽകുന്നു, അവന് മോതിരം നൽകുന്നു. മാത്രമല്ല ഒരു വലിയ വിരുന്നൊക്കെ ഒരുക്കുന്നു. അപ്പോഴാണ് വീട്ടിലുള്ളവൻ എന്ന് പറഞ്ഞതായിട്ടില്ല, അപ്പനെ അനുസരിച്ച് പുറത്ത് നിൽക്കുകയാണ്. അവനെ മനസ്സിൽ വയ്ക്കുന്നില്ല അകത്തേക്ക് വരുന്നതിനായിട്ട്. അപ്പോൾ അപ്പൻ ഇറങ്ങി വന്ന് പറയുകയാണ്, മോനെ, ഈ നിൻ്റെ സഹോദരൻ, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ദൈവമാണ് അവനെ തിരികെ തന്നിരിക്കുന്നത്. ദൈവം അവനെ തിരികെ തന്നിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നീ ഇതിൽ സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ് പറയുന്നത്. സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ് പറയുന്നത്. ആണ് നമ്മളുടെ ഹൃദയത്തിൽ നാം എഴുതേണ്ടതായിട്ടുള്ള വസ്തുത. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, നാം ദൈവത്തെ മറന്നാലും, നാം ദൈവത്തിൽ നിന്ന് ഓടിപ്പോയാലും, ദൈവത്തിൽ നിന്ന് അന്യമായി തീർന്നാലും നമ്മെ മറക്കാത്തതായിട്ടുള്ളൊരു ദൈവം. നാം മടങ്ങി വരുന്നത് കാത്ത് നോക്കിയിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം ചേർന്ന് വരുന്നതായിട്ടുള്ള അവസരത്തിൽ എല്ലാവർക്കും കൂടെ ദൈവത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം. സഭാചരിത്രത്തിൽ തന്നെ ഇതിനൊക്കെ പ്രയാസം ഉളവാക്കുന്നതായുള്ള സാഹചര്യങ്ങൾ ഉളവായിട്ടുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പത്രോസും മറ്റും കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ദർശനമുണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് പോയത്. ദൈവം ശുദ്ധീകരിച്ചതിന് നീ അശുദ്ധമെന്ന് പറയരുത് എന്ന് പറഞ്ഞത് തൂപ്പട്ടിയിൽ കണ്ടതായിട്ടുള്ള ഇഴജന്തുക്കളെക്കുറിച്ച് മാത്രമല്ല, കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നീ ചെല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്നത് നീ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പത്രോസിനത് മനസ്സിലായി. പത്രോസ് അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ പത്രോസ് അത് അംഗീകരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ജാതികളിൽപ്പെട്ടതായുള്ള ആളുകളെ സ്വീകരിക്കുന്നതിനായിട്ട് പത്രോസ് മനസ്സ് വെച്ചതായുള്ള അവസരത്തിൽ യെരുശലേമിലെ സഭയിൽ വലിയ കോളിളക്കമാണ്. ഞങ്ങൾ സമ്മതിക്കത്തില്ല, അവരെ ഇങ്ങോട്ട് സ്വീകരിക്കാനൊക്കത്തില്ല. അവരാദ്യം യഹൂദന്മാരായിട്ട് തീരണം, പിന്നെ മാത്രമേ ക്രിസ്ത്യാനികളായിട്ട് തീരുവാൻ കഴിയുകയുള്ളൂ. 3 യാത്രയിലൂടെയും പല സ്ഥലങ്ങളിലൊക്കെ പോയി അവരെയെല്ലാം സ്ഥിരപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള സാഹചര്യത്തിലാണ് നമുക്ക് പുതിയ നിയമത്തിൽ ലഭിച്ചിരിക്കുന്നതായുള്ള ലേഖനങ്ങളെല്ലാം തന്നെ. അതിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്,
മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളണം എന്നത്. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളണം. സാധിക്കുമോ നമുക്ക്? നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് മറ്റുള്ളവർ എന്നത് സ്വീകരിക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തരുമോ? നമുക്ക് പല ടാഗുകളുണ്ട് ആളുകളെയൊക്കെ നിശ്ചയിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, അവരെ നിർണ്ണയിക്കുന്നതായിട്ടുള്ള അവസരം. എനിക്ക് അവനെ അറിയാം, എനിക്ക് അവളെ അറിയാം എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ നമ്മളെ പല ടാഗുകൾ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇടുന്നതായുള്ള ടാഗിലൂടെയാണ് ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരുടെ പാപങ്ങളെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നീയും ക്ഷമിക്കേണ്ടത് ആവശ്യമാകുന്നു. കർത്താവ് നിന്നോട് ക്ഷമിച്ച പോലെ നീയും നിങ്ങളും അന്യോന്യം ക്ഷമിക്കുക എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നതായുള്ള പാഠം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചതായുള്ള കർത്തൃ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ആരോടൊക്കെ ക്ഷമിക്കണം, ഇത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്. ക്രിസ്തീയ ജീവിതത്തിന് ഏറെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്, അനുരഞ്ജനം എന്ന് പറയുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അത് ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ അവിടെ കർത്താവ് എങ്ങനെയാണ് തൻ്റെ ജീവിതം കൊണ്ട് ആളുകളെ സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. 2-3 വാക്കുകൾ ഞാൻ പറയട്ടെ. ഫോർഗെറ്റ്, ഫോർഗീവ്, റെക്കൺസൈൽ. ഈ 3 കാര്യങ്ങൾ നടക്കുന്നതിനായിട്ടിടയാവണം. ഒരുത്തൻ നമ്മോട് അപരാധം ചെയ്തിട്ടുണ്ട് എന്ന് നാം പറയുമ്പോൾ എണ്ണി പറയുവാൻ കഴിയുന്നതായുള്ള തെറ്റുകളുള്ളതായിട്ടുള്ള അവസരത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനായിട്ട് സാധിക്കുമോ? ഞാൻ അത് മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിനായിട്ട് സാധിക്കുമോ? ഒരിക്കലും വീണ്ടും മനസ്സിൽ പോലും കൊണ്ടുവരാതെ എന്നേക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് ഞാൻ എടുത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതായിട്ട് സാധിക്കുമോ? അതാണ് ക്രിസ്തീയ ജീവിതം എന്നത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇടകദിനത്തിൽ കൂടുതൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഊതി കഴിച്ചതായുള്ള വെള്ളി പോലെ നാം ശുദ്ധിയുള്ളവരായിട്ട് തീരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം നാം ശ്രമിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്രകാരം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായി, പൊറുക്കുന്നവരായി, അവരുടെ ജീവിതത്തിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തുന്നവരായി ഒക്കെ തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭവനത്തിൽ തന്നെ നമ്മളുടെ മക്കൾ പലതരത്തിലുള്ളതായിട്ടുള്ള സ്വഭാവക്കാരാണ്. ചിലരെ വളരെയധികം ഇറിറ്റേറ്റഡാണ്, ചില സ്ഥലങ്ങളൊക്കെ ചിലരൊക്കെ വളരെ കോപിഷ്ഠരാണ്. ഇങ്ങനെയുള്ളതായുള്ള കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, കുസൃതികൾ കാട്ടുന്നതായിട്ടുള്ള കുഞ്ഞുകാലത്ത് അവരെന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ അവരെക്കുറിച്ച് പഴി പറഞ്ഞാൽ നല്ലവരായിട്ടുള്ള മാതാപിതാക്കൾ ചേർത്ത് നിർത്തി പറയും, സാരമില്ല മോനെ പോട്ടെ, ഇനി ചെയ്യാമെന്ന് വെച്ചാൽ മതി, സാരമില്ല പോട്ടെ, ഇനിയും ചെയ്യരുത് എന്നതാണ് നല്ല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയുന്നത്. ഇത് പറയുവാൻ പ്രായമുള്ളതായിട്ട് നമുക്കും സാധ്യമായിട്ട് തീരണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളെല്ലാം കുഞ്ഞുങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള സ്വഭാവമാണ് സാരമില്ല പോട്ടെ, ഇനിയും ചെയ്യരുത് എന്ന് പറയുവാൻ്റെ കോണം ഇടയായിട്ട്. അതാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയിലൂടെ കാണിച്ചു തന്നത്. പാപിനിയായിട്ടുള്ള സ്ത്രീ എല്ലാവരും കല്ലെറിയാനായിട്ട് വന്ന അവസരത്തിൽ കർത്താവ് പറഞ്ഞതായുള്ള വാക്കുകളിലൂടെ കേട്ടിട്ട് കല്ലെറിയണം എന്ന് താല്പര്യപ്പെട്ടതായിട്ടുള്ള ആളുകൾ, നിങ്ങളിൽ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതായിട്ടുള്ള അവസരം ആർക്കും കല്ലെറിയാനായിട്ട് കഴിയാതെ ഓരോരുത്തരായി അവിടെ നിന്ന് പോയതായിട്ടുള്ള സാഹചര്യത്തിൽ കർത്താവ് തലയുയർത്തി ചോദിക്കുകയാണ്, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, എന്നാൽ ഇനി നീ പാവം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൾക്കൊരു പുതിയ അധ്യായം തുറന്നു കൊടുക്കുകയാണ്, ഒരു പുതിയ ജീവിതം നൽകി കൊടുക്കുകയാണ്. ഈ പുതുജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ടാണ് നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ സാധ്യമായിട്ട് തീരേണ്ടത്. കോപിഷ്ഠരായിട്ടുള്ള ആളുകൾ ഏറെയുള്ളതായിട്ടുള്ളൊരു സമൂഹമാണ് നമ്മളുടെ സമൂഹം. പ്രത്യേകിച്ച് കേരളക്കരയിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അറ്റത്താണ് ദേഷ്യം. എത്ര പെട്ടെന്നാണ് നാം എല്ലാവരും ദേഷ്യപ്പെടുന്നത്. ഒരിക്കലൊരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിലെ ഈ കോപമൊക്കെ ഒന്ന് മാറ്റിത്തരുന്നതിന് എന്താ ചെയ്യേണ്ടത്? അവരൊരു കുളത്തിൻ്റെ കരികെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നതായുള്ള അവസരത്തിൽ കുറച്ചു നേരം ഗുരു മിണ്ടാതെ ഇരുന്നു. അതിനുശേഷം അടുത്ത് കിടന്നതായുള്ള ഒരു ചെറിയ കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ നോക്കൂ. അപ്പോൾ അവൻ കണ്ടു, വെള്ളത്തിൽ എറിഞ്ഞ അവസരത്തിൽ വെള്ളം പൊങ്ങി കുറച്ച് തിരയൊക്കെ ഉണ്ടായി. അതിങ്ങനെ തിരയായിട്ട് അതിൻ്റെ തീരത്തേക്ക് വരുന്നത് കാണുകയുണ്ടായി. നോക്കിക്കൊണ്ടിരുന്നു, നീ നോട്ടം മാറ്റരുത് എന്നൊക്കെ ഗുരു പറഞ്ഞതായിട്ടുള്ള അവസരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും നല്ലതായിട്ട്
യാതൊരു ഓളവുമില്ലാതെ യാതൊരു കൊള്ളക്കുമില്ലാതെ തീർന്ന് നിരന്ന് കിടക്കുന്നതായുള്ള കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഗുരു പറഞ്ഞു, നിൻ്റെ കോപം നിനക്ക് പെട്ടെന്ന് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതാണെന്നായിരിക്കും. എന്നാൽ ഒരല്പസമയം ഒന്ന് കൊടുക്കാനായിട്ട് സാധിച്ചാൽ സാധിക്കുന്നത് നിൻ്റെ കോപം അങ്ങ് പൊയ്ക്കോളും. അത് കഴിയുമ്പോൾ നിനക്ക് ശാന്തമായി സമാധാനമായി മറ്റുള്ളവരോട് സംസാരിക്കാനിടയാവും എന്നാണ് പറയുന്നത്. സൈക്കോളജിസ്റ്റ് പറയുന്നതാണ് ദൃഷ്ടാന്തങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പുരുഷന്മാരോട് പറയുന്നത്, ഈ വീട്ടിൽ അമ്മമാരെ അല്ലെങ്കിൽ ഭാര്യമാരെ വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതായിട്ടുള്ള അവസരത്തിൽ, അരിശം വരുന്നതായിട്ടുള്ള അവസരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. കുറച്ച് നേരത്തേക്ക്, അല്പനേരത്തേക്ക് എവിടെയെങ്കിലും പോയി നടന്നതിന് ശേഷം മടങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാം തീരും, ശാന്തമാണ്, പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലും അറിഞ്ഞ മട്ട് കാണുകയില്ല, മറ്റൊന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളതായുള്ള അനുഭവം ഈ കടലിലെ സുനാമി പോലെയാണ്. ഭയങ്കര തിരയായിരിക്കും, വന്ന് അടിച്ച് നാശമാക്കുക. അങ്ങനെയുള്ളതായുള്ള സാഹചര്യങ്ങളുണ്ട്. അത് നമ്മുടെ പുരുഷന്മാരുടെ ജീവിതത്തിൽ ഉള്ളതായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ എന്തും തകർത്ത് കളയും, അങ്ങനെയുള്ളതായിട്ടുള്ള സാഹചര്യം. എന്നാൽ ഇതൊക്കെ ശാന്തമായി കൈകാര്യം ചെയ്യാനിടയാവും എന്നത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് കൂടുതൽ ശോഭനമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നത്? ഞാൻ രാവിലെ 2 കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്ന്, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ മനസ്സിലാക്കുന്നതായുള്ള സാഹചര്യത്തിലാണ്. കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ എന്നുള്ളതായിട്ടൊരു പുസ്തകം വളരെ അടുത്ത സമയത്ത് വളരെ പോപ്പുലറായി. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ മേല. ബാബു എബ്രഹാം എഴുതിയതായിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ കമ്പിളിക്കണ്ടമെന്ന് പറയുന്നത് തന്നെ നല്ല തണുപ്പുള്ളതായിട്ടുള്ള മലയോരത്തെ പാർക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. അവരവിടെ പോയി കുടിയേറി പാർത്തതാണ്. ജീവിക്കാൻ വകയില്ലാതെ അവിടേക്ക് പോയതാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് കാട്ടിലെ സ്ഥലമൊക്കെ വെട്ടി എടുത്ത് അവിടെ എല്ലാം കൃഷി ചെയ്ത് ജീവിക്കുന്നതിനായിട്ടൊക്കെ ശ്രമിച്ചു. അപ്പോൾ ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്. അവർക്ക് വിവാഹ ജീവിതത്തിൽ ജനിച്ചതായുള്ള 3-4 കുട്ടികളുണ്ട്. എല്ലാം കൂടിയാണ് അവരോട് പാർക്കുന്നത്. എന്നാൽ ഈ അപ്പൻ്റെ അസുഖം, അപ്പൻ ഭയങ്കരമായിട്ട് മദ്യപാനിയാണ്. നന്നായിട്ട് കുടിക്കും. കുടിച്ചു കഴിഞ്ഞ് രാത്രി ഒരു സമയമാകുമ്പോഴത്തേക്ക് മടങ്ങി വരും. വീട്ടിൽ വരും. വീട്ടിൽ വരുന്നതന്നെ ആദ്യം ചെയ്യുന്ന ഭാര്യയ്ക്കിട്ട് ഒരു അടി കൊടുക്കുക എന്നുള്ളത്. നല്ല ചെള്ളക്കെട്ട് നല്ല അടി കിട്ടും. ഭാര്യ അതെല്ലാം കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതായുള്ള ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ ജീവിക്കുന്നതായുള്ള സാഹചര്യം. ഇത് കുഞ്ഞുങ്ങൾ കണ്ട് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് അമ്മയ്ക്ക് ബോധ്യമായപ്പോൾ അമ്മ ചെയ്തത്, വീടിന് അടുത്തുള്ളതായുള്ളൊരു കുറ്റിക്കാട്ടിലെ അവിടെ നിരപ്പായ സ്ഥലത്തെ ഷീറ്റുമൊക്കെ വിരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം വൈകിട്ട് നേരത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവിടെയാക്കും. അപ്പൻ വരുമ്പോഴത്തെ കുഞ്ഞുങ്ങൾ വീട്ടിലില്ല, അവിടെയാണ്. എന്നാൽ അപ്പൻ വന്ന് കാണിക്കുന്നതായിട്ടുള്ള ഈ കോപ്രാന്തിയൊന്നും കുഞ്ഞുങ്ങൾ കാണേണ്ടതായിട്ട് വരികയില്ല. അദ്ദേഹം ഒരു നാൾ കഴിഞ്ഞതായിട്ടുള്ള അവസ്ഥയിൽ പറഞ്ഞു, ഞാനിങ്ങനെ ഈ വീട് മുടിച്ച് ജീവിച്ചാൽ ഒക്കുകയില്ല. ഞാനങ്ങ് മലബാറിൽ പോകാനായിട്ട് പോവുകയാണ്. ഞാൻ അവിടെയെങ്ങാനും പോയി എന്തെങ്കിലും അധ്വാനിച്ച് കുറേയൊക്കെ ഉണ്ടാക്കി ഞാൻ മടങ്ങി വന്നിട്ട് ഈ കുടുംബത്തെ പുലർത്തിക്കൊള്ളാം. അപ്പോൾ ഈ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തായി പറയുന്നത്? ഈ 4 കുഞ്ഞുങ്ങളെ എൻ്റെ കയ്യിൽ തന്നിട്ട് നിങ്ങളങ്ങ് മലബാറിൽ പോവുകയാണ്, പിന്നെ ഞാനെങ്ങനെ ഈ പിള്ളേരെ നോക്കുന്നത്? അദ്ദേഹം പോയി. ഇതൊക്കെ കേട്ടെങ്കിൽ തന്നെയും അദ്ദേഹം പോയി. എന്നാൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ ഈ അമ്മ അവരെ ഒരു ഡാമിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ആദ്യം ചാടണം, പിന്നെ കഴിഞ്ഞ് ഞാൻ ചാടിക്കോളാം. അപ്പോൾ ഒരു പെൺമകൾ പറയുന്നുണ്ട്, മോള് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് വെള്ളത്തിൽ ചാടാൻ പേടിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ അറിയാൻ പാടില്ലാത്ത അടുത്ത ഗ്രാമത്തിലോട്ടങ്ങ് പോയാൽ പോരെ, അവിടെ പോയി അങ്ങ് ജീവിച്ച് നമുക്ക് അവിടെ എങ്ങനെയാലും ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അമ്മയ്ക്ക് മാനസാന്തരം വന്നു. ആത്മഹത്യ ചെയ്തില്ല. അവർ 4 പേരും 4 കുഞ്ഞുങ്ങളും അമ്മയുമായിട്ട് അടുത്തുള്ളതായുള്ള സ്ഥലത്തൊക്കെ പോയി ജീവിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ പ്രയാസമാണ്. കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നവരെ പഠിപ്പിക്കണം, അവർക്ക് ജീവിതത്തിന് ആവശ്യമായുള്ള പലതും കൊടുക്കണം. അത് കൊടുക്കാൻ പ്രയാസമായി വന്ന സമയത്ത് അവർ കാത്തലിക് ചർച്ചിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കുഞ്ഞുങ്ങളെ ആക്കി അവിടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനായിട്ട് ഇടയാവുകയാണ്. ബാബു എബ്രഹാം എന്ന ഈ പുസ്തകം എഴുതിയതായിട്ടുള്ള മനുഷ്യന് അദ്ദേഹം അവിടെ വന്നു സ്കൂളെല്ലാം പഠിച്ച് പാസ്സായി. അദ്ദേഹം കോളേജിൽ പോയി നല്ല മാർക്കോടുകൂടി പാസ്സായി. അദ്ദേഹം ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഡെപ്യൂട്ടേഷൻ വന്നു. അദ്ദേഹം പാരീസിൽ പോകുന്നതിനായിട്ട്. ഇന്ന് പാരീസിൽ അദ്ദേഹം
സോഷ്യൽ സയൻസിലെ ഒരു അധ്യാപകനായി, ഒരു പ്രൊഫസറായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പൻ കുറേ നാൾ കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് വരാം. അപ്പൻ കുറേ നാൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതായിട്ടുള്ള അവസരത്തിൽ ഈ മക്കൾ പറഞ്ഞു, അമ്മേ നമുക്ക് സ്വീകരിക്കേണ്ട, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു അപ്പനില്ലാത്തതിനായിട്ടല്ലേ ജീവിച്ചത്. അത് എത്രയോ ആൾക്കാർ ഞങ്ങളെ വിളിച്ചത്, അല്ല വിളികളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി എന്തിനാ ഈ അപ്പനെ സ്വീകരിക്കുന്നത്? അപ്പന് എന്താണ് നമ്മളെല്ലാം ഇട്ടിട്ട് പോയതല്ലേ, സ്വീകരിക്കണ്ട. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങളെ എനിക്ക് ദൈവം നൽകിയത് ഈ മനുഷ്യനിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് ഈ മനുഷ്യൻ സുന്ദരനാണ്, ഞാൻ സ്വീകരിച്ചു. അവരൊരുമിച്ച് ജീവിച്ചു. ആ സ്ത്രീയാണ് ആദ്യം മരിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിചരണത്തിൽ ജീവിക്കേണ്ട കോണിടയായിട്ട് തീരുകയും ചെയ്തു. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരപ്പനില്ലാതെ മക്കളെ വളർത്തേണ്ടി വന്നതായിട്ടുള്ള അവസ്ഥ, വിവാഹം കഴിക്കുന്നതായിട്ടുള്ള സാഹചര്യം വരെ സ്നേഹത്തെക്കുറിച്ചൊക്കെ വലിയ ഉദാത്തമായിട്ടുള്ള സങ്കല്പങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാൽ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മളെ തളർത്തിക്കളയരുത്. ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. ദൈവമാണ് നടത്തുന്നത്. ദൈവബോധമുള്ളവരായിട്ട് ജീവിപ്പാൻ എപ്പോഴിടയായിട്ട് തീരുമോ അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കണക്കിടപ്പെട്ടവരായിട്ട് കാണപ്പെടും. ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല. വിശ്വസ്തനായുള്ള ദൈവത്തെ വിശ്വസ്തയോടുകൂടി അനുഗമിപ്പാൻ സാധ്യമായിട്ട് തീരണം എന്നത്രേ എനിക്ക് പറയുന്നതിനായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സംസർഗം, അന്യോന്യമുള്ള കൂട്ടായ്മ, ദൈവവചനത്തെ പഠിക്കുന്നതിനായിട്ടുള്ള താല്പര്യം, അന്യോന്യമുള്ള ബന്ധത്തിൽ ഒരു സമൂഹത്തിൽ മറ്റുള്ളവരെ തള്ളിക്കളയുന്നവരായിട്ടില്ല, ചേർത്ത് നിർത്തുന്നവരായി ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്നത് ഇടവകയായിട്ട് പ്രാർത്ഥിക്കാം. അപ്രകാരമുള്ള അനുഗ്രഹീതമായുള്ള ഒരു ഇടവയുടെ അനുഭവം ഈ ഇടവയ്ക്ക് ലഭ്യമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.